ലോകം കാത്തിരിക്കുന്ന മത്സരം ഇന്നാണ്. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ നിന്ന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഒരു ക്ലാസിക് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഒരു വശത്ത് ലോകകിരീടം നിലനിർത്താൻ പോകുന്ന കരുത്തുമായി നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഒരു ഭാഗത്ത് ബൂട്ടുകെട്ടുമ്പോൾ, മറുവശത്ത് ചരിത്രത്തിൽ ആദ്യമായി തോൽവിയറിയാതെ പ്രീ ക്വാർട്ടറിലേക്ക് കുതിച്ചെത്തിയ ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്താണ് എതിരാളികൾ. മെസ്സിയും സലാഹും നേർക്കുനേർ വരുമ്പോൾ അത്ലറ്റിക് സ്റ്റേഡിയം തീപാറുമെന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ക്ലാസിക് പോരാട്ടത്തിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 9:30 അർജന്റീന ഈജിപ്ത് പോരാട്ടം നടക്കുന്നത്. ഈ ഒരു വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ ആരാണ് ശക്തർ, ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത, നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം. നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ 2ാം സ്ഥാനക്കാരാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന. അതേസമയം വേൾഡ് കപ്പിലെ മിന്നും പ്രകടനത്തോടെ തന്നെ ഫിഫ റാങ്കിങ്ങിൽ 24ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്ത്. അർജന്റീനയും ഈജിപ്തും തമ്മിൽ നിലവിൽ ഒരു തവണ മാത്രമാണ് ഏറ്റുമുട്ടിയത്. 2008 അത്. അന്ന് 2-0 അർജന്റീന ഈജിപ്തിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. നിലവിൽ ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്ത് മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന 10 മത്സരങ്ങളിൽ 4 വിജയവും 4 സമനിലയും 2 തോൽവികളുമാണ് അവർക്കുള്ളത്. ഈ വേൾഡ് കപ്പിൽ ഇതേവരെ അവർ തോൽവി അറിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ അവസാന 10 മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ അർജന്റീന അവസാനം കളിച്ച 10 മത്സരങ്ങളിലും വിജയിക്കുകയാണ് ചെയ്തത്. പേപ്പറിലും കണക്ക് പുസ്തകങ്ങളിലുമെല്ലാം അർജന്റീനയാണ് ശക്തർ. ഗ്രൂപ്പ് ഘട്ടത്തിൽ മിന്നും ഫോമിലായിരുന്ന അർജന്റീന റൗണ്ട് ഓഫ് 32 കേപ്പ് വെർദെക്കെതിരെ ഒന്ന് വിയർത്തെങ്കിലും വിജയിച്ചു കയറിക്കൊണ്ട് റൗണ്ട് ഓഫ് 32 നിന്ന് 16 ടിക്കറ്റ് ഉറപ്പിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് സ്കലോണി ഈ മത്സരത്തിലേക്ക് ഒരുങ്ങുന്നത്. എതിരാളികളുടെ ഏറ്റവും വലിയ തലവേദന ലിയണൽ മെസ്സിയുടെ അപാര ഫോം തന്നെയാണ്. ഇതിനോടകം പ്രതിരോധ കോട്ടകൾ തകർത്ത് നീക്കിക്കൊണ്ട് മെസ്സി 7 ഗോളുകൾ സ്കോർ ചെയ്തു കഴിഞ്ഞു. വമ്പൻ എക്സ്പീരിയൻസ് തന്നെയാണ് അർജന്റീനയ്ക്ക് വലിയ സർവാധിപത്യം നൽകുന്നതും. നിലവിൽ മുന്നേറ്റ നിരക്കാർ ഫോമിലേക്ക് ഉയർന്നാൽ ഈജിപ്തിന് അർജന്റീനയെ പിടിച്ചാൽ കിട്ടില്ല. ആഫ്രിക്കൻ ടീമുകൾക്കെതിരായുള്ള അർജന്റീനയുടെ വിജയ ചരിത്രവും ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ലോകകപ്പുകളിൽ ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ കളിച്ച അവസാന 8 മത്സരങ്ങളിലും ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് തന്നെയായിരുന്നു വിജയം. മറ്റൊന്ന്, കേപ്പ് വെർദെക്കെതിരായുള്ള പോരാട്ടത്തിൽ അർജന്റീനയുടെ പല പ്രശ്നങ്ങളും ഗ്രൗണ്ടിൽ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു അവസരം മുതലാക്കാൻ ഈജിപ്തിനാകുമോ എന്നും കാത്തിരുന്നു തന്നെ കാണണം. ഇനി ഈജിപ്തിന്റെ കാര്യം നോക്കാം. തോൽവിയേറിയാതെ ഈ വേൾഡ് കപ്പിൽ കുതിക്കുകയാണ് ഈജിപ്ത്. ബെൽജിയം, ഇറാൻ എന്നിവരെ സമനിൽ തളക്കുകയും ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുകയും ചെയ്ത അവർ കഴിഞ്ഞ മത്സരത്തിൽ വമ്പന്മാരായ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തുകയായിരുന്നു. പിന്നെ പ്രധാന ഫാക്ടർ മുഹമ്മദ് സലാഹാണ്. പരിക്കിന്റെ ആശങ്ക മറികടന്ന സലാഹ് ഫോമിലേക്ക് പതിയെ തിരിച്ചെത്തിയത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസാണ്. അർജന്റീനയെ പോലെ തന്നെ വളരെ ഡിസിപ്ലിനുള്ള ഒരു പ്രതിരോധ നിര ഈജിപ്തിനുമുണ്ട്. പക്ഷേ പ്രതിരോധ നിരയിലെ പല താരങ്ങളും പരിക്കിന്റെ പിടിയിലാണ് എന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക നൽകുന്നത്. ലിയോ മെസ്സിയെ തടയാൻ അതുകൊണ്ടാകുമോ എന്നും കാത്തിരുന്നു തന്നെ കാണണം. ഏതായാലും അർജന്റീന ഈജിപ്ത് പോരാട്ടത്തിൽ അർജന്റീന 3-1 വിജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അർജന്റീന ഈജിപ്ത് പോരാട്ടത്തിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ എങ്ങനെയാണ്? ആരായിരിക്കും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുക? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.